ഹലോ, എല്ലാവരും തിരുവോണത്തിന് അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകില്ലേ? ഞാനപ്പോൾ പോണത് എന്തായാലും ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇത്തവണത്തെ തിരുവോണം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ അവളുടെ ഡെലിവറി ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നോർമലാണ്, ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ MES പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ കുട്ടീനെ കാണാൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. തിരുവോണം ആയതുകൊണ്ട് തന്നെ ഉച്ചത്തെ ഊണ് കഴിക്കാതെ എങ്ങനെയാണ് വരിക എന്ന് വിചാരിച്ചിട്ട് ഉച്ച വരെ ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചിരുന്നെങ്കിൽ കുട്ടീനെ കാണാനിട്ട് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ചോറുണ്ണലും കഴിഞ്ഞതും ഞാൻ വേഗം റെഡി ആയിട്ട് പോന്നു. ഇനി ഒരു 10 മിനിറ്റ് വൈകിയാൽ പോലും എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുട്ടീനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. ദേവനും വേദക്കുട്ടിയും കുട്ടറെ അടുത്തുനിന്ന് പോണേ ഇല്ല കേട്ടോ. ചെറിയ കൈയാണ്, ചെറിയ കാലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് ഒഴിഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് വരും കേട്ടോ. ഡിസ്ചാർജ് ആയിട്ട് നോർമലാവേ കാരണം കൊണ്ട് തന്നെ 3 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ നിന്നാൽ മതിയാവും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. വീട്ടിലേക്ക് വന്ന 2 ദിവസത്തിലും കുട്ടികളുടെ കൂടെ നിൽക്കാമല്ലോ എന്നുള്ളൊരു പൊലിവിലാണ് കേട്ടോ ഇപ്പോൾ രണ്ടാൾ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയാൽ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറാതെ തിരിച്ചു വരുന്നൊരു ചരിത്രമേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ബ്രോസ്റ്റഡ് പീസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ പൊറോട്ട ആവേ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ബ്രോസ്റ്റഡ് പീസ് കഴിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പകുതി കഴിച്ചിട്ട് ബാക്കിയൊക്കെ പാഴ്സൽ ചെയ്യാമെന്ന് വിചാരിച്ചു.